സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചു. ഹോസ്ദുർഗ് സബ് ട്രഷറി പരിസരത്ത് വെച്ച് സിപിഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പ്രാബല്യം നഷ്ടമാകാതെ ഉടൻ അനുവദിക്കുക. 1/7/2024 പ്രാബല്യത്തിലുള്ള പെൻഷൻ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കുക. മെഡിസബ് സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിനെ ഏൽപ്പിച്ച് ഫലപ്രദമാക്കുക. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഭീമഹർജിക്കായുള്ള ഒപ്പുശേഖരണത്തിനാണ് കാസർഗോഡ് ജില്ലയിൽ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ തുടക്കം കുറിച്ചത്. ഹോസ്ദുർഗ് സബ് ട്രഷറി പരിസരത്ത് വെച്ച് CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു ഒപ്പുശേഖരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M മഹേഷ് കുമാർ പത്രിക ഏറ്റുവാങ്ങി. അവർക്ക് ലഭിക്കേണ്ടുന്ന പെൻഷൻ അവരുടെ അവകാശമാണ്. അതാണ് ഏറ്റവും വലിയ അവരുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. അപ്പം നിലവിൽ പെൻഷൻ 2 തട്ടുകളിലാക്കി നിങ്ങൾ ഒട്ടേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പെൻഷൻ വാങ്ങുന്നവരെ തന്നെ 2 തട്ടിലാക്കിക്കൊണ്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ഇടതുപക്ഷ സർക്കാർ നിലവിൽ പഴയ പെൻഷൻ പദ്ധതി തന്നെ നടപ്പിലാക്കണമെന്ന് ഒട്ടേറെ ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ സർക്കാരുകൾ അല്ലാത്ത സർക്കാരുകൾ പോലും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിച്ച സ്ഥിതിക്ക് കേരളത്തിൽ വീണ്ടും അത് അത്തരമൊരു സമരത്തിലേക്ക് പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് P മധുകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി M കുഞ്ഞിക്കണ്ണൻ നായർ, രവീന്ദ്രൻ മാണിയാട്ട്, കരുണാകരൻ രാവണേശ്വരം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.